മുൻ MP രമ്യ ഹരിദാസ് അനുവദിച്ച ലൈറ്റുകൾക്ക് വൈദ്യുത ബില്ലടയ്ക്കാൻ ഫണ്ടില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ച ചേലക്കര പഞ്ചായത്ത് CPM MP കെ രാധാകൃഷ്ണൻ അനുവദിച്ച ലൈറ്റുകൾ സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇത് രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള ഇരട്ടത്താപ്പാണെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. പഞ്ചായത്തിന്റെ ഈ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ മാത്രമാണെന്നും കഴിഞ്ഞ ഒരു വർഷമായി പ്രദേശവാസികളെ ഇരുട്ടിൽ നിർത്തിയ പഞ്ചായത്ത് ഭരണസമിതി മാപ്പു പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. രാഷ്ട്രീയ തിമിരം ബാധിച്ച് ജനങ്ങളോട് നീതികേട് കാട്ടുന്ന CPM നിലപാട് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. നമസ്കാരം. കഴിഞ്ഞ ദിവസം ബഹുമാനായ MP കെ രാധാകൃഷ്ണൻ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകളിലെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ആ ഉദ്ഘാടനം നടന്നപ്പോൾ സത്യത്തിൽ CPM നടത്തുന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച ആ നാടകങ്ങളാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ചേലക്കരയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ തിമിരം ബാധിച്ച CPMനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു വർഷം മുന്നേ രമ്യ ഹരിദാസ് കൊണ്ടുവന്ന ആദ്യഘട്ടത്തിൽ 14 എണ്ണം ചേലക്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുവദിക്കുകയും സ്ഥാപിക്കുകയും കഴിഞ്ഞു. അതിനുശേഷം 27 ഹൈമാസ് ലൈറ്റുകൾ ഈ ചേലക്കര പഞ്ചായത്തിലെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കോളേജുകൾ, നാട്യഞ്ചിറ, എന്തിനേറെ പറയുന്നു 16-ാം വാർഡിൽ പോലും എല്ലാ വാർഡിലും മെമ്പർമാരോട് ചോദിച്ച്, അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ എല്ലാ മെമ്പർമാരോട് ചോദിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ 27 ഹൈമാസ് ലൈറ്റുകൾ MP രമ്യ ഹരിദാസ് അനുവദിച്ച് അത് പഞ്ചായത്തിൽ അനുമതിക്കായി വന്നപ്പോൾ അതിനെ ഏകകണ്ഠമായി CPMന്റെ മെമ്പർമാർ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം പറഞ്ഞത് കറണ്ട് ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അതിന് വലിയ ബാധ്യത വരും എന്ന് പറഞ്ഞുകൊണ്ട് 27 ഹൈമാസ് ലൈറ്റുകൾ മാറ്റിവെക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, അതങ്ങനെ മാറ്റിവെച്ചപ്പോൾ CPMന്റെ മെമ്പർമാർ പോലും ഒരു പാർട്ടി തീരുമാനം എന്ന നിലയിൽ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെയധികം വിഷമമുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് വഴിവിളക്ക് ഇന്നും കിട്ടാകനിയായി ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആ കാലഘട്ടത്തിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം, ഈ ഹൈമാസ് ലൈറ്റുകൾ അത് രമ്യ ഹരിദാസ് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MP കൊണ്ടുവന്ന ലൈറ്റുകൾ കണ്ടാൽ ഒരു പക്ഷേ CPMകാർക്ക് മറ്റെന്തെങ്കിലും ആവുമോ, ഭയം കൊണ്ടാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചുകൊണ്ട് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ രീതി അത് ശരിയല്ല. ചേലക്കരയിലെ ജനങ്ങളോട് CPM മാപ്പ് പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. രമ്യ ഹരിദാസ് കൊണ്ടുവന്ന ഹൈമാസ് ലൈറ്റുകൾ വേണ്ട എന്ന് പറയുകയും കെ രാധാകൃഷ്ണൻ കൊണ്ടുവന്ന ഹൈമാസ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ മുന്നിൽ 9 മെമ്പർമാരായിട്ടുള്ള ഞങ്ങളുടെ മുന്നിൽ ഈ ഹൈമാസ് ലൈറ്റുകൾ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിനായി വന്നപ്പോൾ ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ ചോദിച്ചപ്പോൾ മിണ്ടാട്ടമില്ലാതെ തലകുനിച്ചിരിക്കേണ്ട ഗതികേട് ഇവിടുത്തെ CPM മെമ്പർമാർക്ക് വന്നു എന്ന് ചേലക്കരയിലെ ജനങ്ങൾ ഓർക്കണം. പക്ഷെ ഞങ്ങൾ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് രമ്യ ഹരിദാസ് കൊണ്ടുവന്നു അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ കൊണ്ടുവന്നു എന്നല്ല നോക്കിയത്, ജനങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾ നോക്കിയത്. ആയതുകൊണ്ട് ഞങ്ങൾ അതിന് അനുമതി നൽകുന്നതിന് ഏകാന്തമായ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇന്നലെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അത് അനുമതി ചേലക്കര ഗ്രാമപഞ്ചായത്ത് കൊടുത്തത് എന്നാണ് നിങ്ങൾ എല്ലാവരും ഓർക്കണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചുകൊണ്ട് ചേലക്കര ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ജനങ്ങളോട് ഇത്രയും കാലം ഈ ഒരു വർഷം മുന്നേ 27 ഹൈമാസ് ലൈറ്റുകൾ കോളനികളിലും അതുപോലെ തന്നെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കേണ്ട സാധനം വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ് CPMന്റെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.